ഗവേണിംഗ് ഓഫ് ഹൈഡ്രോളിക് ടർബൈൻസ്. ഗവേണിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത് സ്പീഡ് ഗവേണിംഗ് ആണ്. സോ ഗവേണിംഗ് ഓഫ് സ്പീഡ് ഗവേണേഴ്സ് ഓഫ് ഓട്ടോമൊബൈൽസ് അത് കേട്ടിട്ടുണ്ടാവും. അതുപോലെ ഇവിടെ സ്പീഡ് ഗവേണിംഗ് ഓഫ് ടർബൈൻസ്, ഹൈഡ്രോളിക് ടർബൈൻസ്, അതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അത് ഇമ്പൾസ് ടർബൈനും യൂസ് ചെയ്യാറുണ്ട്, ദെൻ റിയാക്ഷൻ ടർബൈൻസിന് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇമ്പൾസ് ടർബൈനിലുള്ളത് യൂഷ്വലി ഒരു കമ്പാരിറ്റീവ്ലി ലൈറ്റ് ഡ്യൂട്ടി ഗവേണിംഗ് സിസ്റ്റമാണ്. ഫോർ റിയാക്ഷൻ ടർബൈൻസ് നമ്മൾ ഹെവി ഡ്യൂട്ടി ഗവേണിംഗ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. ടർബൈൻസിൻ്റെ ഡിഫറൻസ് പറഞ്ഞപ്പോൾ നമ്മളത് ഇൻക്ലൂഡ് ചെയ്തിരുന്നു. പക്ഷേ ഇതിൻ്റെ റിലേറ്റഡ് KTU എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ ഈസ് ദിസ്: വാട്ട് ഈസ് ഗവേണിംഗ് ഓഫ് ടർബൈൻസ്? വിത്ത് നീഡ് സ്കെച്ച് എക്സ്പ്ലെയിൻ ദ ഗവേണിംഗ് ഓഫ് ഇമ്പൾസ് ടർബൈൻ, or with the same question in a different way. With need sketch explain the working of servo motor mechanism of governing of a Pelton turbine. Pelton turbine യൂസ് ചെയ്യുന്ന ഗവേണിംഗ് മെക്കാനിസം സെർവോ മോട്ടർ ഗവേണിംഗ് മെക്കാനിസം എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ ഇറ്റ്സ് ആൻ ഓയിൽ പ്രഷർ ഗവേണിംഗ് സിസ്റ്റം എന്നും പറയാറുണ്ട്. ഇവിടെ വാട്ട് എക്സാക്ട്ലി ഈസ് ഗവേണിംഗ് അതാണ് നമ്മൾ പറയേണ്ടത്. ഗവേണിംഗ് മീൻസ് ബേസിക്കലി ടു കൺട്രോൾ ദ സ്പീഡ് ഓഫ് ദ മെഷീൻ. അതിനെ ഒരു മീൻ സ്പീഡിൽ, കോൺസ്റ്റൻറ്റ് സ്പീഡിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്, ആ പ്രോസസ്സാണ് ഗവേണിംഗ്. ബട്ട് ഹൗ ദ സ്പീഡ് ഈസ് മെയിൻറ്റെയിൻഡ് കോൺസ്റ്റൻറ്റ് എന്നുള്ളതാണ്. ടർബൈനിൽ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് ഫ്ലോ റേറ്റ് ആണ്, വാട്ടർ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഫ്ലോ റേറ്റ്. അപ്പോൾ അതിനെ നമ്മൾ റെഗുലേറ്റ് ചെയ്ത് സ്പീഡ് കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ ദ പ്രോസസ് ഓഫ് കൺട്രോളിങ് ദ ഫ്ലോ റേറ്റ് ഓഫ് വാട്ടർ ഇൻ ടു ദ ടർബൈൻ ടു മെയിൻറ്റെയിൻ ദ സ്പീഡ് കോൺസ്റ്റൻറ്റ്, അതൊരു മോർ ഓർ ലെസ് കോൺസ്റ്റൻ്റ് ആകുന്നു. ഒരു സ്മോൾ പെർസെൻറ്റേജ് വേരിയേഷൻ വിൽ ബി ദെയർ, അത് പെർമിറ്റഡ് ആണ്. പക്ഷേ മോർ ഓർ ലെസ് സ്പീഡിനെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുന്നു ടർബൈൻ റണ്ണറിൻ്റേത്. എങ്ങനെയാണ്? ഈ ഫ്ലോ റേറ്റ് കൺട്രോൾ ചെയ്തുകൊണ്ട്, ഫ്ലോ റേറ്റ് റെഗുലേറ്റ് ചെയ്തുകൊണ്ട്. സോ യു ക്യാൻ ഈവൻ സേ ദ പ്രോസസ് ഓഫ് റെഗുലേറ്റിംഗ് ദ ഫ്ലോ റേറ്റ് ഓഫ് വാട്ടർ ഇൻ ടു ദ ടർബൈൻ ടു മെയിൻറ്റെയിൻ ദ സ്പീഡ് കോൺസ്റ്റൻറ്റ്. സോ ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഗവേണിംഗ് ഓഫ് ഹൈഡ്രോളിക് ടർബൈൻ. സോ ബേസിക്കലി ഫ്ലോ റെഗുലേഷൻ അത് ചെയ്ത് സ്പീഡിനെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഗവേണിംഗ് ഓഫ് ഇമ്പൾസ് ഓർ പെൽറ്റൻ ടർബൈൻ. Impulse turbine, for example, Pelton turbine is done by an oil pressure governor. So oil pressure governing സിസ്റ്റത്തിൻ്റെ സ്കിമാറ്റിക് ഡയഗ്രമാണ് ഈ വരച്ചിരിക്കുന്നത്. സോ ബേസിക്കലി നമുക്ക് ഈ ഡയഗ്രം നന്നായിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. കാരണം ഇതാണ് എക്സാമിന് ആദ്യമായിട്ട് വരയ്ക്കേണ്ടത്. ഈ ഡയഗ്രം പ്രോപ്പറായി കഴിഞ്ഞാൽ പിന്നെ എക്സ്പ്ലനേഷൻ ഈസ് ഗോയിങ് ടു ബി വെരി ഈസി. ദ ബേസിക് കമ്പോണൻസ് എന്ന് പറയുന്നത് ഒരു സെൻട്രിഫ്യൂഗൽ ഗവേണർ ഉണ്ട്. സെൻട്രിഫ്യൂഗൽ ഗവേണർ, ദിസ് ഈസ് ദാറ്റ് പാർട്ട്. സെൻട്രിഫ്യൂഗൽ ഗവേണർ വിത്ത് ആംസ്, ഫ്ലൈ ബോൾസ്, എ സ്ലീവ്, സെൻറ്റർ ഷാഫ്റ്റ്, ഇതൊക്കെ ചേർന്ന ഒരു സെൻട്രിഫ്യൂഗൽ ഗവേണർ. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊണ്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നീട് സെക്കൻഡ് കമ്പോണൻറ്റ് ഈസ് ഓയിൽ സമ്പ്. സോ ദിസ് ഈസ് ദ ഓയിൽ സമ്പ്, ദാറ്റ് ഈസ് ഓയിൽ റിസർവോയർ. സോ ഓയിൽ റിസർവോയർ ആണ്. പ്രഷറൈസ്ഡ് ഓയിൽ സപ്ലൈ ചെയ്യേണ്ടി വരും. കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഓയിൽ പമ്പ് ഇവിടെയുണ്ട്. ആ പമ്പ് ഓയിൽ എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു റിസർവോയർ ആണ്. സോ ഓയിൽ സമ്പ്. ദെൻ ഓയിൽ പമ്പ് ഈസ് ദിസ് വൺ. ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു ഓയിൽ പമ്പ്. ഓയിൽ പമ്പ് ഈ സമ്പിൽ നിന്ന് ഓയിൽ എടുത്ത് സിസ്റ്റത്തിലേക്ക് ആവശ്യത്തിനനുസരിച്ച് പമ്പ് ചെയ്യുന്നു. ആൻഡ് ദെൻ കളക്ട് ഇറ്റ് ബാക്ക് എന്നുള്ളതാണ്. സോ ഒരു ക്ലോസ്ഡ് ഫീഡ് സിസ്റ്റം, അതായത് ഇവിടെ നിന്ന് പമ്പ് ചെയ്യുന്നു, തിരിച്ച് അതിലേക്ക് കളക്ട് ചെയ്യുന്നു, വീണ്ടും പമ്പ് ചെയ്യുന്നു. സോ ഇറ്റ്സ് കണ്ടിന്യൂസ്ലി ദിസ് സിസ്റ്റം ഈസ് വർക്കിംഗ്. ആൻഡ് ദെൻ റിലേ വാൽവ് ആൻഡ് കൺട്രോൾ വാൽവ്. റിലേ വാൽവ് ആൻഡ് കൺട്രോൾ വാൽവ് സിസ്റ്റം ഈസ് ദിസ് വൺ. സോ ഈ ഒരു സിലിണ്ടറിക്കൽ പാർട്ട്. സോ ഇറ്റ് ഈസ് ആക്ച്വലി there are two control valves, V1 and V2. V1 and V2 അതിൻ്റെ ഓപ്പറേഷൻ നമുക്ക് ചെക്ക് ചെയ്യണം, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കണം. പിന്നെ ദ നെക്സ്റ്റ് പാർട്ട് ഈസ് റിലേ സിലിണ്ടർ ഓർ സെർവോ മോട്ടോർ. സോ ദ ബേസിക് പാർട്ട്, ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട് അത് ഇതാണ്, റിലേ സിലിണ്ടർ ഓർ ദിസ് ഈസ് ദ സെർവോ മോട്ടോർ മെക്കാനിസം. സോ ഡയറക്ട്ലി സെർവോ മോട്ടറിലൊരു പിസ്റ്റൺ ഉണ്ട്. ഇൻ ദിസ് സിലിണ്ടർ യു ഹാവ് എ പിസ്റ്റൺ ആൻഡ് ദാറ്റ് piston is it's connected to the spear rod. അത് സ്പിയർ വാൽവ് അറേഞ്ച്മെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പെൽറ്റൻ ടർബൈനിലെ നോസിലുള്ളിൽ. സോ ആ സ്പിയർ റോഡിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് മുന്നിലേക്കും പിന്നിലേക്കും വലിക്കുന്നത്. സോ ഇതാണ്
ഈ സിസ്റ്റമാണ്. സോ ഇറ്റ്സ് എ റിലേ സിലിണ്ടർ ഓർ സെർവോ മോട്ടോർ മെക്കാനിസം എന്ന് പറയുന്നത് ബേസിക്കലി ദിസ് സെർവോ മോട്ടോർ പാർട്ട് ഈസ് ദിസ് വൺ. സോ മുമ്പിലോട്ട് അഡ്വാൻസ് ചെയ്യുമ്പം ഫ്ലോ റേറ്റ് കുറയും, ബാക്കിലേക്ക് സ്പിയറിനെ വലിക്കുകയാണെങ്കിൽ ദ ഫ്ലോ റേറ്റ് ഓർ ദ ഡിസ്ചാർജ് വിൽ ഇൻക്രീസ് എന്നുള്ളത് ഓർക്കണം. സോ ദ ബേസിക് പാർട്സ് ഇസ് ദിസ്. അതിൽ ഓയിൽ പമ്പ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഒരു പോസിറ്റീവ് ടൈപ്പ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈപ്പ് പമ്പാണ്, വിച്ച് ഈസ് കോൾഡ് എ ഗിയർ പമ്പ്. ബേസിക്കലി ഇറ്റ്സ് എ ഗിയർ പമ്പ്. സോ വി യൂസ് ദാറ്റ്. ഈ സിസ്റ്റം കമ്പോണൻസ് പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നമ്പർ 6 ഒരു പൈപ്പിംഗ് സിസ്റ്റംസ് ഇതിലുടനീളമുണ്ട്. എ പൈപ്പിംഗ് സിസ്റ്റം കണക്റ്റിംഗ് ദ ഡിഫറെൻറ്റ് കമ്പോണൻസ്. So you have the components now ready. Now ഇനി അറിയേണ്ട കാര്യം ടർബൈനിലെ എക്സ്റ്റേണൽ ലോഡ് എന്ന് പറയുന്നത് ടർബൈൻ്റെ എക്സ്റ്റേണൽ ലോഡ് നമുക്കറിയാം. ടർബൈൻ ഈസ് കപ്പിൾഡ് ടു ദ ജനറേറ്റർ. അപ്പോൾ ജനറേറ്ററിന് നമ്മൾ എക്സ്റ്റേണൽ ലോഡ് കൂടുക എന്ന് പറയുന്നത് നമ്മളെ പീക്ക് അവേഴ്സ്, കൂടുതൽ ഇലക്ട്രിസിറ്റി കൺസംഷൻ ഉള്ള സമയം, നമ്മൾ വൈകുന്നേരങ്ങളിലും ഒക്കെ പീക്ക് അവേഴ്സ് നമ്മൾ പറയാറുണ്ട്. കൂടുതൽ ഇലക്ട്രിസിറ്റി കൺസംഷൻ ഉള്ള സമയത്ത് നമുക്ക് എക്സ്റ്റേണൽ ലോഡ് കൂടും ജനറേറ്ററിലെ. സോ ജനറേറ്ററിലെ ലോഡ് കൂടുകയാണെങ്കിൽ നാച്ചുറലി ടർബൈൻ ലോഡ് കൂടുകയാണ്. ടർബൈൻ ലോഡ് കൂടുമ്പോൾ എന്താ സംഭവിക്കുക? ടർബൈനിലെ സ്പീഡ് കുറയും, ടർബൈൻ്റെ സ്പീഡ് കുറയും. അപ്പോൾ ടർബൈൻ്റെ സ്പീഡ് കുറയുന്നതിന് അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ടർബൈൻ്റെ സ്പീഡ് കൂട്ടി, ഈ ഒരു സിസ്റ്റം വഴി ടർബൈൻ്റെ സ്പീഡ് കൂട്ടി പഴയ റേറ്റഡ് സ്പീഡിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഗവേണിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫങ്ഷൻ ചെയ്യേണ്ടത് അതുകൊണ്ടാണ്. സോ സ്പീഡ് ടർബൈനിൻ്റെ സ്പീഡ് കുറയുകയാണെങ്കിൽ സ്പീഡിനെ ദാറ്റ് മസ്റ്റ് ബി ബ്രോഡ് ബാക്ക് ടു ദ റേറ്റഡ് സ്പീഡ്, അതിൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ എത്തിക്കണം. പിന്നെ സ്പീഡ് കുറയുകയാണെങ്കിൽ സ്പീഡ് കൂട്ടിക്കൊണ്ട് അതിലേക്ക് എത്തിക്കണം. സ്പീഡ് കൂടുകയാണെങ്കിൽ സ്പീഡ് കുറച്ചുകൊണ്ട് കോൺസ്റ്റൻറ്റ് സ്പീഡിലേക്ക് എത്തിക്കണം. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് കോൺസ്റ്റൻറ്റ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നമ്മുടെ ഒരു ബേസിക് ക്വസ്റ്റ്യൻ, ടെക്നിക്കൽ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കാവുന്നൊരു കാര്യം, സ്പീഡ് കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുന്നത് എന്തിനാണ് എന്നുള്ളതാണ്. അതിൻ്റെ ബേസിക് റീസൺ നമ്മുടെ ഇലക്ട്രിസിറ്റി ജനറേഷൻ ഡയറക്റ്റ്ലി ഇത് കപ്പിൾ ചെയ്തിരിക്കുന്നത് ജനറേറ്ററുമായിട്ടാണെന്ന് നമുക്കറിയാം. ടർബൈനിൽ സ്പീഡ് വേരിയേഷൻ ഉണ്ടാകുന്നത് നാച്ചുറലി ഇത് ഇലക്ട്രിസിറ്റിയുടെ ഫ്രീക്വൻസിയെ, അതായത് ഫ്രീക്വൻസി ഓഫ് ഇലക്ട്രിക് പവർ ജനറേഷൻ അതിനെ അഫക്റ്റ് ചെയ്യും. നമ്മൾ 50 ഹേർട്സ് എന്നൊക്കെ പറയുന്ന നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം. സോ അവിടെ 50 ഹേർട്സ് ഓർ 30 ഹേർട്സ് വോട്ടെവർ. അപ്പോൾ അതിൻ്റെ ആ ഫ്രീക്വൻസി ഓഫ് പവർ ജനറേഷൻ വേരി ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് സ്പീഡ് കോൺസ്റ്റൻ്റ് ആക്കി നിർത്തണം. ടർബൈൻ്റെ സ്പീഡ് മോർ ഓർ ലെസ് കോൺസ്റ്റൻ്റ് ആക്കി നിർത്തണം. ചെറിയ സ്പീഡ് വേരിയേഷൻ മാത്രമേ പെർമിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ജനറേറ്ററിൻ്റെ ലോഡിലെ എക്സ്റ്റേണൽ അതിൻ്റെ ലോഡ്, അത് നമ്മുടെ ഇലക്ട്രിസിറ്റി കൺസംഷൻ കൂടുന്നതനുസരിച്ച് ആ സമയത്ത് ടർബൈൻ്റെ ലോഡ് കൂടി സ്പീഡ് കുറയും. അപ്പോൾ ആ സ്പീഡിനെ വീണ്ടും കുറച്ച് കൂട്ടിക്കൊണ്ട് പഴയ റേറ്റഡ് സ്പീഡിൽ കൊണ്ടെത്തിക്കുക. ഇനി പീക്ക് അവേഴ്സ് അല്ലാത്ത ഡേ ടൈമൊക്കെ ആണെങ്കിൽ നമ്മുടെ ടർബൈനിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി കൺസംഷൻ കുറയും. അപ്പോൾ എക്സ്റ്റേണൽ ലോഡ് ജനറേറ്ററിലെ കുറയുന്നു. സോ ടർബൈൻ്റെ സ്പീഡ് ആ സമയം ടർബൈൻ്റെ സ്പീഡ് കൂടുകയാണ് ചെയ്യുന്നത്. എക്സ്റ്റേണൽ ലോഡ് കുറയുമ്പോൾ ടർബൈൻ്റെ സ്പീഡ് കൂടും. അപ്പോൾ കൂടുന്ന ടർബൈൻ സ്പീഡിനെ കുറച്ച് നമ്മൾ ഫ്ലോ റേറ്റ് കുറച്ച് എന്നാണ് എൻ്റെ മീനിങ്. ഫ്ലോ റേറ്റ് കുറച്ച് നമ്മൾ പഴയ റേറ്റഡ് സ്പീഡിൽ എത്തിക്കുന്നു. അപ്പോൾ സ്പീഡ് ടർബൈൻ്റെ കൂടുകയാണെങ്കിൽ സ്പീഡ് കുറയ്ക്കാനുള്ള മാർഗ്ഗം എന്ന് പറയുന്നത്, സ്പീഡ് കൂടുകയാണെങ്കിൽ ഫ്ലോ റേറ്റ് കുറച്ചിട്ട് വേണം സ്പീഡ് കുറച്ച് പഴയ കോൺസ്റ്റൻറ്റ് സ്പീഡ് റേറ്റഡ് സ്പീഡിൽ എത്തിക്കാൻ. ഇനി സ്പീഡ് കുറയുകയാണെങ്കിൽ ഫ്ലോ റേറ്റ് കൂട്ടിക്കൊണ്ടാണ് സ്പീഡ് റേറ്റഡ് സ്പീഡിൽ എത്തിക്കേണ്ടത്. സോ ഈ സിസ്റ്റം കമ്പോണൻസ് ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഈ ഫിഗർ എന്താ? ബേസിക്കലി ഗവേണിംഗ് ഓഫ് പെൽറ്റൺ ടർബൈൻ യൂസിങ് ഓയിൽ പ്രഷർ ഗവേണർ. സോ ഇതിന് ഉള്ള ബേസിക് വർക്കിംഗ് നമ്മളിപ്പോൾ പെട്ടെന്നൊന്ന് പറയുകയാണ്. എന്താ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടർബൈൻ്റെ സ്പീഡ് കൂടുന്നു എന്ന് വിചാരിക്കുക. കൂടുന്നതെന്ന് വെച്ചാൽ ഡേ ടൈമിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി കൺസംഷൻ കുറയുന്ന സമയത്ത് എക്സ്റ്റേണൽ ലോഡ് ജനറേറ്ററിൻ്റെ കുറയുന്നു, ആ സമയം ടർബൈൻ സ്പീഡ് കൂടുന്നു. സോ ടർബൈൻ സ്പീഡ് കൂടുന്ന സമയത്ത് ഈ സെൻട്രിഫ്യൂഗൽ ഗവേണർ ഈ ഒരു സിസ്റ്റം വിത്ത് നമ്മളൊരു പെൻഡുലം സിസ്റ്റം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതിൻ്റെ ഈ ഫ്ലൈ ബോൾസ് 2 ഉണ്ട്. ടർബൈൻ്റെ സ്പീഡ് ഡയറക്റ്റായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സാധനം, ടർബൈൻ്റെ സ്പീഡിനനുസരിച്ച് കറങ്ങുന്നതാണ് ഈ സെൻട്രിഫ്യൂഗൽ ഗവേണറിൻ്റെ സ്പിൻഡിൽ. അപ്പോൾ സ്പിൻഡിൽ കറങ്ങും. സോ സ്പീഡ് കൂടുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഫ്ലൈ
ഫ്ലൈ ബോൾസ് സ്പീഡ് കൂടുമ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൂടും. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൂടിയാൽ ഇങ്ങനെ കറങ്ങുന്ന സ്പീഡ് കൂടുന്നു, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൂടുന്നു. ഈ ഫ്ലൈ ബോൾസ് ഒരു ആംസുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് അത് ഉൾപ്പെടെ മേളിലേക്ക് വരും. ആൻഡ് ദിസ് ഫ്ലൈ ബോൾസ് താഴത്തെ ഈ താഴത്തെ ഭാഗത്ത് വിളിക്കുന്ന സ്ലീവ് എന്നാണ്. സ്ലീവുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ബോൾസ് മേളിലേക്ക് വരുമ്പോൾ ദ സ്ലീവ് വിൽ ബി പുഷ്ഡ് അപ്പ്. സ്ലീവുമായിട്ട് ഒരു ലിവർ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ലിവർ ഇവിടെ ഒരു ഫൾക്രമിന് എബൌട്ടായിട്ട് അത് ടേൺ ചെയ്യും. അപ്പോൾ സ്ലീവ് മേളിലേക്ക് വരുമ്പോൾ ഫൾക്രമിന് എബൌട്ടായിട്ടാണ് അത് ടേൺ ചെയ്യുന്നത് കൊണ്ട് നാച്ചുറലി സ്ലീവ് മേളിലേക്ക് വരുമ്പോൾ ഈ റൈറ്റ് സൈഡ് പോർഷൻ, ലിവറിൻ്റെ ഈ റൈറ്റ് സൈഡ് പോർഷൻ ദാറ്റ് വിൽ ബി പുഷ് ഡൗൺവേർഡ്. അപ്പോൾ സ്ലീവ് മേളിലേക്ക് വരുമ്പോൾ ഈ പിസ്റ്റൺ റോഡ് ഇവിടുത്തെ ഭാഗം അത് താഴേക്ക് വരും. ഇവിടെ കാരണം ഈ പിവറ്റഡ് ഫൾക്രം ഇവിടെ ഉള്ളതുകൊണ്ട് അതിന് എബൌട്ടായിട്ട് ടേൺ ചെയ്യുന്നതുകൊണ്ട് സ്ലീവ് മേളിലേക്ക് വരുമ്പോൾ ഇവിടെ ഇതങ്ങ് പിസ്റ്റൺ റോഡ് എന്ന് നമുക്ക് പറയാം. പിസ്റ്റൺ റോഡ് ടു ദ കൺട്രോൾ വാൽവ് സിസ്റ്റം. സോ അത് താഴേക്ക് പോകും. സോ ഇത് താഴേക്ക് വരുന്നത് കൊണ്ട് എന്താ സംഭവിക്കുക, ഇവിടെ മേളിൽ നിന്ന് ഈ പാർട്ട് ദിസ് പോർഷൻ അത് താഴേക്ക് വരുന്നു. സോ ഇത് താഴേക്ക് വരുമ്പോൾ ദാറ്റ് ദ പിസ്റ്റൺ യു ക്യാൻ സേ അത് താഴേക്ക് വരുന്നു. അപ്പോൾ ഇതിന് ഈ ഒരു പോർട്ട്, അതായത് നമ്മുടെ V1 വാൽവ് V1നെ അതങ്ങ് കവർ ചെയ്യുക. സോ V1 ഈസ് ക്ലോസ്ഡ്. V1 അങ്ങ് ക്ലോസ് ആകും. ദെൻ വാട്ട് വിൽ ഹാപ്പൻ ടു V2? ദെൻ ഇതങ്ങ് താഴേക്ക് ഫർദർ ഇങ്ങ് താഴേക്ക് പോകുമ്പോൾ നാച്ചുറലി ദ വാൽവ് V2 വിൽ ഓപ്പൺ. വാൽവ് V2 ഓപ്പൺ ആകുകയാണ്. സോ V1 ക്ലോസ്ഡ് ആകും, V2 ഓപ്പൺ ആകും എന്ന് ഓർക്കുക ഈ പിസ്റ്റൺ റോഡ് താഴേക്ക് വരുമ്പോൾ. സോ ആസ് എ റിസൾട്ട് എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓയിൽ പമ്പ് കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുകയാണ്. സോ ഇവിടെ നിന്ന് പ്രഷറൈസ്ഡ് ഓയിലെടുത്ത് പമ്പ് പ്രഷറൈസ് ചെയ്ത് ആ പ്രഷറൈസ്ഡ് ഓയിൽ ഈ റിലേ വാൽവിൻ്റെ കൺട്രോൾ വാൽവ് സിസ്റ്റത്തിൻ്റെ സിലിണ്ടറിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ വാൽവ് V2 ഓപ്പൺ ആയത് കാരണം ആ പ്രഷറൈസ്ഡ് ഓയിൽ ഈ വാൽവ് V2 താഴേക്ക് വന്ന് ദിസ് ഈസ് ദ സെർവോ മോട്ടോർ സിലിണ്ടറിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് അങ്ങ് നിറയുക. സോ ലെഫ്റ്റ് സൈഡിലേക്ക് പ്രഷറൈസ്ഡ് ഓയിൽ നിറയുമ്പോൾ എന്താ സംഭവിക്കുക, ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം the piston in the relay cylinder will be pushed forward. അപ്പോൾ ഈ പിസ്റ്റനെ മുന്നോട്ട് തള്ളും, അതായത് റൈറ്റിലേക്ക് പിസ്റ്റണ് മൂവ് ചെയ്യും. സോ അങ്ങനെ പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോൾ പിസ്റ്റണുമായിട്ട് കണക്ട് ചെയ്യുന്ന എന്താ, ഈ സ്പിയർ റോഡാണ്. ഈ സ്പിയർ റോഡ് മുന്നോട്ട് പോകുമ്പോൾ നാച്ചുറലി ഈ സ്പിയർ വാൽവ് മുമ്പോട്ട് അഡ്വാൻസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, നോസിലൂടെയുള്ള ഫ്ലോ റേറ്റ് കുറയും. നോസിലൂടെ ഫ്ലോ റേറ്റ് കുറയ്ക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. കാരണം നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയ, ടർബൈൻ്റെ സ്പീഡ് കൂടുമ്പോൾ ഉള്ള കേസാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ സ്പീഡ് കുറയ്ക്കാനുള്ള മാർഗം ഫ്ലോ റേറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. സോ ദാറ്റ് ഫ്ലോ റേറ്റ് ഈസ് റെഡ്യൂസ്ഡ് നൗ. ഇവിടെ സിസ്റ്റം വർക്ക് ചെയ്യിപ്പിക്കുന്നത് ഹൈഡ്രോളിക് ഓയിലാണെങ്കിലും വാട്ടറാണ് നോസിലൂടെ വരുന്ന പെൻസ്റ്റോക്കിൽ നിന്ന് വരുന്ന വാട്ടർ. ആ വാട്ടറിനെ നമുക്ക് ഫ്ലോ റേറ്റ് കുറയ്ക്കാൻ കഴിയുന്നു. ഫ്ലോ റേറ്റ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ടർബൈൻ്റെ സ്പീഡ്, അതിൻ്റെ പവർ, ഇൻപുട്ട് പവർ ഈസ് വേരീഡ്, ഇൻപുട്ട് പവർ കുറയുന്നു, ഔട്ട്പുട്ട് പവർ കുറയുന്നു, പ്രപ്പോർഷനേറ്റ്ലി സ്പീഡ് കുറയുന്നു. സോ അങ്ങനെ സ്പീഡ് ഈസ് ബ്രോട്ട് ബാക്ക് ടു ദ ഒറിജിനൽ റേറ്റഡ് സ്പീഡ്. ഇനി ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സിസ്റ്റം ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനും നമുക്ക് വളരെ ഈസിയാണ്. നമ്മൾ ഈ പറയുന്നത് ഇതിനെ ഇപ്പോൾ പറഞ്ഞ കണ്ടീഷൻസ് ജസ്റ്റ് ഓപ്പോസിറ്റ് അങ്ങ് പറഞ്ഞാൽ മതി. സിംബോളിക്കായിട്ട് നിങ്ങൾക്ക് എക്സാമിന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ വളരെ ഷോർട്ടായിട്ട് ഇത് എഴുതിയിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന്, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ സ്പീഡ് കൂടുന്ന സമയത്ത്, അതായത് പീക്ക് അവേഴ്സ് അല്ലാത്ത സമയങ്ങളിൽ ജനറേറ്ററിൻ്റെ എക്സ്റ്റേണൽ ലോഡ് കുറയുന്ന സമയത്ത് നമ്മുടെ ടർബൈൻ്റെ സ്പീഡ് അങ്ങ് കൂടുകയാണ്. ആ സമയത്ത് സ്പീഡ് എങ്ങനെ പഴയ റേറ്റഡ് സ്പീഡ് കുറച്ച് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ എക്സ്പ്ലെയിൻ ചെയ്തത്. അതിന് എസെൻഷ്യലി പറയേണ്ട 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, അതായത് പീക്ക് അവേഴ്സിൽ എക്സ്റ്റേണൽ ലോഡ് കൂടുമ്പോൾ ജനറേറ്ററിൻ്റെ ലോഡ് കൂടുന്നു, ദെൻ നമ്മുടെ ടർബൈൻ്റെ സ്പീഡ് കുറയുന്നു. അപ്പോൾ ടർബൈൻ്റെ സ്പീഡ് കൂട്ടാൻ എന്താ ചെയ്യുക, ഫ്ലോ റേറ്റ് കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ജനറേറ്റർ ഈ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് അങ്ങ് പറയുക. അതായത് വെൻ ദ സ്പീഡ് ഇൻക്രീസസ് എന്നുള്ളത് ഡിക്രീസസ് ആകുന്നു, ദ പിസ്റ്റൺ റോഡ് ഓഫ് ദ കൺട്രോൾ വാൽവ് ഈസ് പുഷ്ഡ് ഡൗൺ എന്നുള്ളത് പുഷ്ഡ് അപ്പ്, ഇതങ്ങ് മുകളിലോട്ട് പോകുന്നു, പുഷ്ഡ് അപ്പ്. ദ പ്രഷറൈസ്ഡ് ഓയിൽ ഫ്രം ദ പമ്പ് എൻറ്റേഴ്സ് ദ ലെഫ്റ്റ് പോർഷൻ എന്നുള്ളത് റൈറ്റ് പോർഷൻ ഓഫ് ദ പിസ്റ്റൺ എന്നാകും. അതായത് ദ പിസ്റ്റൺ റോഡ് മേളിലോട്ട് പോകുന്നു. അപ്പോൾ വാൽവ് V1 ഈസ് ഓപ്പൺഡ് ആൻഡ് വാൽവ് V2 ഈസ് ക്ലോസ്ഡ്. സോ V2 ഈസ് ക്ലോസ്ഡ്, V1 ഈസ് ഓപ്പൺ. സോ ദ പ്രഷറൈസ്ഡ് ഓയിൽ സപ്ലൈഡ് ബൈ ദ പമ്പ് അതെന്ത് ചെയ്യുന്നു, ദാറ്റ് എൻറ്റേഴ്സ് ദിസ് പോർഷൻ ആൻഡ്
ഈ സിലിണ്ടറിലൂടെ അകത്തേക്ക് കയറുന്നു. ഇതിനകത്തേക്ക് കയറിയിട്ട് അത് ഓപ്പൺ ആയിട്ടുള്ള V1 വാൽവിലൂടെ സിലിണ്ടറിൻ്റെ റൈറ്റ് സൈഡ് പോർഷനിൽ പ്രവേശിക്കുന്നു. റൈറ്റ് സൈഡ് പോർഷനിൽ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ്. റിലേ സിലിണ്ടറിലേക്ക് കയറുന്നത് ലെഫ്റ്റ് പോർഷൻ എന്നുള്ളത് റൈറ്റ് പോർഷൻ ആകുന്നു. ആൻഡ് പുഷസ് ദ സ്പിയർ റോഡ് ഇൻ ദ ഫോർവേഡ് ഡയറക്ഷൻ എന്നുള്ളത് ബാക്ക്വേർഡ് ഡയറക്ഷൻ എന്നാകുന്നു. ആൻഡ് ദസ് ദ ഫ്ലോ റേറ്റ് ഓഫ് വാട്ടർ ത്രൂ ദ നോസിൽ ഈസ് റെഡ്യൂസ്ഡ്. സോ ദാറ്റ് വിൽ ബി നൗ ചേഞ്ച് ടു ഇൻക്രീസ്ഡ്. സോ ഫ്ലോ റേറ്റ് കൂട്ടുന്നു. ഫ്ലോ റേറ്റ് കൂട്ടുമ്പോൾ നാച്ചുറലി സ്പീഡ് കൂടുന്നു. അപ്പോൾ സ്പീഡ് കുറയുകയാണെങ്കിൽ, ടർബൈൻ സ്പീഡ് കുറയുകയാണെങ്കിൽ ഫ്ലോ റേറ്റ് അതിനെ കൂട്ടിക്കൊണ്ട് സ്പീഡിനെ കൂട്ടി അത് പഴയ കോൺസ്റ്റൻ്റ് റേറ്റിൽ എത്തിക്കണം. ഇനി സ്പീഡ് കുറയുകയാണെങ്കിൽ സ്പീഡ് കൂടുകയാണെങ്കിൽ ഫ്ലോ റേറ്റ് കുറച്ചുകൊണ്ട് സ്പീഡിനെ പഴയ റേറ്റഡ് സ്പീഡിലേക്ക് എത്തിക്കുക. സോ ദിസ് ഈസ് ദ ഫങ്ഷൻ. സോ ഇറ്റ്സ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഇവിടെ ഈ പാരഗ്രാഫ് ഒന്ന് ഓർത്താൽ ഇതിലുള്ള ഈ വാൽവ് V1 ആൻഡ് V2 അത് ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയേണ്ടത്. സ്പീഡ് കൂടുന്നതും കുറയുന്നതും അത് മാറിപ്പോകരുത് എന്നുള്ളത് മാത്രം ശ്രദ്ധിക്കണം. മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒന്ന് ഫ്ലോ റേറ്റ് കൂട്ടാനും മറ്റേത് ഫ്ലോ റേറ്റ് കുറയ്ക്കാനും. അതായത് V1 ക്ലോസ്ഡ് V2 ഓപ്പൺ എന്ന് പറയുമ്പോൾ ഇവിടെ ഫ്ലോ റേറ്റ് കുറയ്ക്കുന്ന കേസാണ്. ലെഫ്റ്റ് സൈഡ് പോർഷനിലാണ് ഓയിൽ നിറയുന്നത്. സോ ഇവിടെ പ്രഷറൈസ്ഡ് ഓയിൽ ലെഫ്റ്റ് സൈഡ് പോർഷനിൽ നിറയ്ക്കുമ്പം ഇതിനെ മുമ്പോട്ട് അഡ്വാൻസ് ചെയ്താൽ ഫ്ലോ റേറ്റ് കുറയും. ഇനി അടുത്ത വാൽവ് V1 ഓപ്പൺ ആൻഡ് V2 ക്ലോസ്ഡ് എന്ന് പറയുമ്പോൾ പ്രഷറൈസ്ഡ് ഓയിൽ ഈ റിലേ സിലിണ്ടറിൽ പ്രവേശിക്കുന്നത് റൈറ്റ് സൈഡ് പോർഷനിലാണ്. സോ അതുകൊണ്ട് ദിസ് ഈസ് പുഷ്ഡ് ബാക്ക്വേർഡ്. ഇതിനെ തിരിച്ച് ബാക്കിലേക്ക് ലെഫ്റ്റിലേക്ക് പുഷ് ചെയ്യുന്നത് കാരണം സ്പിയർ വിഡ്രോ ചെയ്യുകയാണ്. ബാക്കിലേക്ക് നീങ്ങുന്നത് കാരണം ഫ്ലോ റേറ്റ് കൂടും. സോ വിത്ത് ദിസ് ഐ വൈൻഡ് അപ്പ് ദിസ് സെഷൻ. ഹാപ്പി ലേണിംഗ്. താങ്ക് യു വെരി മച്ച്.